2024 നമ്മൾ ഏറെ കാത്തിരിക്കുന്ന സിനിമയാണ് ബറോസ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധായകനാകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പ്രതീക്ഷയും ഒക്കെ നമുക്കുണ്ട്. മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒപ്പം വീണ്ടും കാണാൻ ആഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമകളുടെയൊക്കെ അമരക്കാരനാണ് നടൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ അതേ പാതയിൽ സഞ്ചരിച്ച് വിനീത് ശ്രീനിവാസൻ മലർവാടി ആർട്സ് ക്ലബ് മുതൽ വർഷങ്ങൾക്ക് ശേഷം വരെ ധ്യാൻ ശ്രീനിവാസൻ ലവ് ആക്ഷൻ ഡ്രാമയും ചെയ്ത് സംവിധാനത്തിൽ മികവ് തെളിയിച്ചു. 1999 മേഘം, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് വന്ന മേജർ രവി പിന്നീട് പ്രധാനമായും കീർത്തിചക്ര, കുരുക്ഷേത്ര തുടങ്ങി 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സിനിമകൾ സംവിധാനം ചെയ്തു. അതേപോലെ അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ തുടങ്ങി വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമകൾ ചെയ്ത് നാദൃഷിയും സംവിധാന രംഗത്ത് സജീവമായുണ്ട്. ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആയ ഒരു ലിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരിക പൃഥ്വിരാജിനെ ആയിരിക്കും. ലൂസിഫർ എന്ന ആദ്യ ചിത്രത്തിലൂടെ ചുവടുവെച്ച പൃഥ്വിരാജ് ബ്രോഡാഡിയും കഴിഞ്ഞ് എമ്പുരാനിൽ എത്തി നിൽക്കുകയാണ്. മൈ ഫ്രണ്ട്, ഫിർ മിലേഗ എന്ന ചിത്രത്തിലൂടെ രേവതി, 1995 ഇന്ദിര എന്ന മൂവിയിലൂടെ സുഹാസിനിയും, ലയേഴ്സ് ഡയസ്, മൂത്തോൻ എന്ന സിനിമയിലൂടെ ഗീതു മോഹൻദാസും, നിദ്ര, ചന്ദ്രേട്ടൻ എവിടെയാ, ചതുരം എന്ന സിനിമയിലൂടെ സിദ്ധാർത്ഥ് ഭരതനും, അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട്, പവി കെയർടേക്കർ എന്ന സിനിമകളിലൂടെ വിനീത് കുമാറും സംവിധാനത്തിൽ മികവ് തെളിയിച്ചവരാണ്. ഇവരെയൊക്കെ കൂടാതെ 1998 കല്യാണ ഉണ്ണികൾ എന്ന സിനിമ ചെയ്ത് ജഗതി ശ്രീകുമാറും, പറവയിലൂടെ സൗബിൻ ഷാഹ്റും, ബ്രദേഴ്സ് ഡേയിലൂടെ കലാഭവൻ ഷാജൂണും, ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള എന്ന സിനിമയിലൂടെ അൽത്താഫുമൊക്കെ ഓരോ സിനിമകൾ ചെയ്ത് സംവിധാനത്തിലെത്തിയതാണ്. ഇനിയുമുണ്ട് ഒരുപാട് ലിസ്റ്റുകൾ. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂക്ക, ദിലീപ്, ജയറാം, ഇന്ദ്രജിത്ത് തുടങ്ങി നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കൾ സംവിധാനത്തിലേക്ക് എത്തുമോ എന്നുള്ളത്.